എല്ലാവർക്കും നമസ്കാരം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, നമുക്ക് രാശിഫലങ്ങളിലേക്ക് കടക്കാം. മീനക്കുറി ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നതിനാൽ അലച്ചിൽ അധികരിക്കും. ജോലി, തൊഴിൽ പോലുള്ള പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകും. മാസം തുടങ്ങുമ്പോൾ ചൊവ്വ ധനസ്ഥാനത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വരുമാനം അധികരിക്കും. 12-ാം തീയതി ചൊവ്വ രാശി മാറി 3-ൽ വ്യാഴത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യം അധികരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാകും. ശുക്രൻ അഷ്ടമാധിപനായതിനാൽ ശുക്രൻ്റെ സഞ്ചാരം മൂലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ മാസം ലഭിക്കുക. ചിലർക്ക് ജോലിയിൽ മാറ്റമുണ്ടാകും. ബുധൻ 19-ാം തീയതി വരെ 5-ലും പിന്നീട് 6-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ 5-ൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് വരുമാനം അധികരിക്കും. വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനും സാധിക്കും. പക്ഷേ 19-ാം തീയതിക്ക് ശേഷം പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്കിടയിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണിത്. അതേസമയം പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും ഈ മാസം സാധ്യത കാണുന്നുണ്ട്. മാസത്തുടക്കത്തിൽ സൂര്യൻ്റെ സഞ്ചാരം ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ ലോണിന് അപേക്ഷിച്ചവർക്ക് ഈ മാസം ലോൺ ലഭിക്കുന്നതാണ്. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ മീനരാശിക്കാർക്ക് ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനാവശ്യമായ ചെലവുകൾ താൽക്കാലികമായി കുറയുന്നതാണ്. ജൂലൈ 14, 15, 16 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം മീനക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മീനക്കൂർ ജനിച്ചവർക്കായുള്ള ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.